കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കണ്ണീരും കഷ്ടപ്പാടും മാത്രമാണോ നിങ്ങളുടെ സമ്പാദ്യം? എന്തിൽ കൈവച്ചാലും അത് പരാജയമാകുന്നുണ്ടോ? എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ലേ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കാൻ പോവുകയാണ്. 2026 എന്ന് പറയുന്നത് വെറുമൊരു വർഷമല്ല. ജ്യോതിഷശാസ്ത്രപ്രകാരം 12 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും അപൂർവമായ ഒരു സ്ഥാനമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഫലമായി ഇത്രയും നാൾ തലകുനിച്ച് നിന്ന ചില നക്ഷത്രക്കാർ ഇനി രാജാവിനെ പോലെ തലയുയർത്തി ജീവിക്കാൻ പോവുകയാണ്. ആരാണ് ആ ഭാഗ്യവാന്മാർ? അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ആ 6 നക്ഷത്ര ജാതകർ ആരാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയമായി. എന്തുകൊണ്ടാണ് 2026 ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? നമുക്കറിയാം, ശനിയാണ് കർമ്മഫലം നൽകുന്നത്, വ്യാഴമാണ് ഐശ്വര്യം നൽകുന്നത്. 2026 ഈ 2 ഗ്രഹങ്ങളും ചില രാശിക്കാർക്ക് അങ്ങേയറ്റം അനുകൂലമായി വരികയാണ്. ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ വർഷം വരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായ തടസ്സങ്ങൾ മാറാനും വീട് പണി പൂർത്തീകരിക്കാനും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം സുവർണാവസരമാണ്. എന്നാൽ ഓർക്കുക, ഈ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കില്ല. കൃത്യമായി ഗ്രഹസ്വാധീനം ലഭിക്കുന്ന 6 നക്ഷത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ പൊന്നുതമ്പുരാട്ടിക്ക് പ്രത്യേക പൂജ നടത്തി വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ അഭാഗ്യമുള്ള നക്ഷത്രം അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. മേടക്കൂറുകാരായ അശ്വതി നക്ഷത്ര ജാതകർക്ക് 2026 ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വർഷമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തൊഴിൽ രംഗത്ത് നിങ്ങൾ നേരിടുന്ന അവഗണനകൾക്ക് അറുതി വരും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ മാറി സമാധാനം തിരികെ വരും. അശ്വതി നക്ഷത്ര ജാതകർക്ക് മണ്ണിൽ നിന്നുള്ള ധനം, അതായത് റിയൽ എസ്റ്റേറ്റ് ലഭിക്കാനൊക്കെയുള്ള യോഗമുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അശ്വതി നക്ഷത്ര ജാതകർ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് ധാരാളം ധനം സമ്പാദിക്കാൻ, വിദേശത്ത് പോകാൻ, വിവാഹയോഗം, പ്രണയ സാഫല്യം, ഇതൊക്കെ നടന്നു കിട്ടുന്ന സമയം. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഒരു കാര്യം, മണ്ണ് സ്വന്തമാക്കുവാൻ കഴിയുമെന്ന്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് ചുരുക്കം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്.
രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമാണ് രോഹിണി. മനസ്സെപ്പോഴും അസ്വസ്ഥമായിരുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നാളുകളാണ്. 2026 സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകും. ഒരു വാഹനം മാറ്റി വാങ്ങാനോ പുതിയത് വാങ്ങാനോ നിങ്ങൾക്ക് സാധ്യമാകും. അതായത് പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയം. പ്രണയ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കുന്ന സമയം. രോഹിണി നക്ഷത്ര ജാതകർക്ക് 2026 ധനത്തേക്കാൾ ഉപരി മാനസികമായ സന്തോഷമാണ് കൂടുതൽ ലഭിക്കുക. എല്ലാ സങ്കടങ്ങളും മാറും, എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയം. അടുത്ത നക്ഷത്രം പുണർതമാണ്. സാക്ഷാൽ ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. ക്ഷമയുടെ പര്യായമായ പുണർതം നക്ഷത്ര ജാതകർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് 2026. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് പലതവണ തടസ്സങ്ങൾ നേരിട്ടവർക്ക് ഇനി തീർച്ചയായും ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കാം, വിസ റെഡിയാകും. വിദേശ യോഗം ശക്തമായി കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഇരട്ടിയാകും. ഇതുവരെ നിങ്ങളെ പുച്ഛിച്ചവരും കളിയാക്കിയവരും നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതിക്ക് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണിനി. സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നിങ്ങൾ അലങ്കരിക്കും. നിങ്ങൾക്ക് വിദേശ യോഗമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്ത നക്ഷത്രം ഭാഗ്യം ഏറെ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം ഉത്രമാണ്. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഉദ്യോഗ കയറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമാണ് നൽകുന്നത്. 2026 നിങ്ങളുടെ കരിയർ ഗ്രാഫ് കുത്തനെ ഉയരുന്ന സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും. സാമ്പത്തികമായി വലിയൊരു ലോട്ടറി അടിച്ചതുപോലെ മാറ്റങ്ങൾ വരും. എന്നാൽ അഹങ്കാരം ഒഴിവാക്കണം. അത് ഓർത്ത് തന്നെ ഇരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അഹങ്കാരം ഒഴിവാക്കണം. അഹങ്കാരം ഒഴിവാക്കിയില്ലേ വിനകൾ വന്നുയരും. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശനിദശയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങൾക്ക്, അനിഴ നക്ഷത്ര ജാതകർക്ക് ഇനിയൊരു സൗഭാഗ്യകാലമാണ്. 2026 ശനി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. വളരെ കാലമായി നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും, വിവാഹമാകാം, സന്താനഭാഗ്യമാകാം, ഈ വർഷം നടക്കും. സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക സഹായം ലഭിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ വിജയത്തിലെത്തും. ഏതായാലും അനിഴം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണിനി. 6ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം. 2026 ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപക്ഷെ തിരുവോണം നക്ഷത്രക്കാരാവും. സ്വർണം വാങ്ങിക്കൂട്ടാൻ യോഗമുണ്ട്. ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ നിക്ഷേപിച്ച പണം വലിയ ലാഭമായി തിരികെ വരും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും. 2026 തിരുവോണം നക്ഷത്ര ജാതകർക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഈ നക്ഷത്ര ജാതകർക്കെല്ലാം നല്ല സമയമാണെങ്കിലും ചില കണ്ണീർ ദോഷം ബാധിക്കാൻ സാധ്യതയുണ്ട്. കിട്ടുന്ന ഭാഗ്യം നിലനിർത്താൻ ചെറിയ ചില കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കുക. ഭാഗ്യം നിലനിർത്താൻ ചില കാര്യങ്ങൾ ചെയ്യുക എന്ന്. മാസത്തിലൊരിക്കൽ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതോ ഉത്തമമാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക. അത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും. ജ്യോതിഷം എന്നത് ഒരു സൂചിക മാത്രമാണ്. കർമ്മമാണ് പ്രധാനം. നല്ല സമയമാണെന്ന് കരുതി വെറുതെ ഇരുന്നാൽ ഫലം കിട്ടില്ല.
കഠിനാധ്വാനം ചെയ്താൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് 2026 അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. തീർച്ചയായും ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. അടുത്ത നക്ഷത്രക്കാരുടെ ഫലവുമായി അടുത്ത വീഡിയോയിൽ വരാം. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.